കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണെന്നറിയില്ല ആ കളഭാലങ്കാരം കഴിഞ്ഞ് നിൽക്കുന്നത്. ഭക്തരെ കാണാനായിട്ടേ ചതുർബാഹുവായ വിഗ്രഹത്തിൽ അമ്പാടിയിലെ വിശേഷങ്ങളാണോ അതോ ഗുരുവായൂരിലെ തന്നെ വിശേഷങ്ങളാണോ അതോ മറ്റേതെങ്കിലും ആണോ ഒന്നും അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആകെ ഉത്സവ പ്രതീതിയുള്ള സമയങ്ങളാണ്. ഏകാദശി വിളക്കിനോടനുബന്ധിച്ച് വാദ്യവും മേളവും ഒക്കെ ആയിട്ട് ഇന്നിപ്പോൾ സുകൃതഹോമം കഴിഞ്ഞു, അതിൻ്റെ പ്രസാദ വിതരണം കഴിഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ആ സമയമാണ് ഇന്നിപ്പോൾ. അതേപോലെ കോടതി വിളക്കാണ്. വൈകിട്ട് വളരെ കേമായ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് ആ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് ആ കളഭാലങ്കാരം ഉച്ചപൂജ അലങ്കാരം കാണാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് വന്ന് പ്രദക്ഷിണം ചെയ്ത് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് അങ്ങനെ നമ്മൾ നേരെ വന്ന് അത്തിമര ഗണപതിയെ ഒന്ന് കണ്ടു തൊഴാം. അതിനുശേഷം നമ്മൾ നേരെ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ ആ കൊടിമരവും കാണാം. അതേപോലെ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും ആ വലിയ ബലിക്കല്ലും അതിന് നടുക്കുള്ള മഹാലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ആ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ വശത്തുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും ആ കെടാവിളക്കൊക്കെ കാണാം. അതൊക്കെ കണ്ട് അദ്ദേഹത്തെ ഒന്ന് സ്മരിച്ച്, അതേപോലെ വലതേ ഭാഗത്തുള്ള ആദ്യത്തെ തൂണ് നോക്കി നരസിംഹാവതാരത്തെ ഒന്ന് സ്മരിച്ച് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ എന്ത് രസമാണെന്നറിയോ. ആകെ എന്താ വെച്ചാൽ ഇപ്പോൾ ഇതൊക്കെ ഉള്ള കാരണേ, ഉത്സവത്തിൻ്റെ പ്രതീതിയായ കാരണം ഭഗവാനും ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷമാണ്. കാരണം ആനയും അമ്പാരിയൊക്കെ ആയിട്ട് ദിവസം ഇങ്ങനെ ഉണ്ടാവുമല്ലേ, രാവിലെയും വൈകുന്നേരമൊക്കെ ഇങ്ങനെ. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് അവിടെ കാണാനുള്ളത്. അങ്ങനെ ആ ദീപങ്ങൾക്ക് പോലും അതിൻ്റെ ആ ഒരു സന്തോഷമുള്ള പോലെയാണ്. ആ ദീപങ്ങൾ ഇങ്ങനെ ചാടിക്കളിക്കണ പോലെ, അതായത് മിന്നി 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 ഇങ്ങനെ ഇതാവുന്ന പോലെ ആടി ഉലയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 2 കാൽപാദങ്ങൾ ഇങ്ങനെ കാണുന്നു ഉണ്ണിക്കണ്ണൻ്റെ. അതിങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കാൽത്തളകൾ കാണാണ്ട്. പിന്നെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ വട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അരമണി കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ ചെറിയൊരു കുമ്പ അങ്ങനെ വയറ് നിറഞ്ഞ് കിടക്കുന്നുണ്ട്. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു മുല്ലപ്പൂ മാല, അതേപോലെ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പീലിത്തിരുമുടി കെട്ടിയിട്ട് കിരീടം വെച്ചിട്ടുണ്ട്. തിരുമുടിമാല 2 ഉണ്ട്. അതേപോലെ വലത്തെ കയ്യിൽ ഇടത്തെ കൈയും കൂടി പൊന്നോടക്കുഴലിങ്ങനെ മുരളി ഊതുകയാണ്. അപ്പോൾ മുരളീധരനായിട്ടാണ് ചുണ്ടോട് ചേർത്ത് ഇങ്ങനെ വേണുഗാനം പൊഴിക്കുന്ന ആ ഒരു അവസ്ഥയാണ്. കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, അതേപോലെ ആ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. തിരുമുടിമാലകൾ 2 അതിങ്ങനെ വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും തെച്ചിയും തുളസിയായിട്ടുള്ളതും അതേപോലത്തെയാണ്. പിന്നെ 2 ഉണ്ടമാലകളും അതും ഇതേപോലെ തന്നെയാണ്. വെളുത്ത പൂവ് തുളസി തെച്ചിയായിട്ടുള്ള അതേപോലെ സമം ചേർന്ന പോലെ അങ്ങനെയുള്ള ആ ഒരു കാഴ്ചയാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. ഇങ്ങനെ പുഞ്ചിരിച്ചും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഉത്സവത്തിൻ്റെ ആ ഒരു കാഴ്ച. ഇനി എന്തൊക്കെ കാണാണ്ട് എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ ഭക്തരോടും ഇങ്ങനെ എന്താ പറയുക, നമ്മളെയൊക്കെ മയക്കിയിട്ട് ആ വേണുഗാനം ഇങ്ങനെ പൊഴിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ആ തിരുസന്നിധിയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നും അതുപോലെ ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാനെ കാണുകയാണെന്നും ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുക. അപ്പോൾ മനസ്സ് അവിടേക്ക് എത്തുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, ആ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ അവിടുന്ന് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ നോക്കി തൊഴാം. പിന്നെ ആ ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെയും സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരിക. വിഘ്നേശ്വരൻ്റെ അടുത്ത് വരുമ്പോൾ കൊമ്പ്, തുമ്പിക്കൈ, അതേ കുമ്പയൊക്കെ ഉണ്ട്. അവിടെയും കുമ്പയൊക്കെ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാണാണ്ട് കിരീടം ചാർത്തിയിട്ടുണ്ട്. ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ നമുക്ക് ഗണേശനെ പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ.
അത് കഴിഞ്ഞ് അങ്ങനെ പോയി ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കാണാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിയിൽ അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. വാമനരൂപവും ഗജേന്ദ്രമോക്ഷവും അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും ആനന്ദശായിയായ ആനന്ദപത്മനാഭനെയൊക്കെ കണ്ടിങ്ങനെ തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്ന് മുകളിലേക്ക് നോക്കിയാൽ നരസിംഹാവതാരത്തെ കാണാം. അതും കണ്ട് തൊഴുത് നമ്മൾ ശ്രീ രാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് അതേപോലെ കണ്ണനെയൊക്കെ കണ്ട് മുരുകനെയും കണ്ട് ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് നിന്ന് വെറ്റിലമാല മാത്രമേ ഉള്ളൂ, കുങ്കുമൊന്നുമില്ല. നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറത്തേക്കുള്ള ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ച് താമരക്കണ്ണനെ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെയും കണ്ട് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ മണിക്കിണറും നൃത്താറയിലൊക്കെ കണ്ട് തൊഴുത് നമ്മൾ കുറൂരമ്മയും നാരദരെയും വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് പടിഞ്ഞാറേ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അങ്ങനെ വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനം തീർത്തൊക്കെ വാങ്ങാം. വീണ്ടും നമ്മൾ എടത്തരികത്തുകാവിൽ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെ എത്തുമ്പോൾ നല്ല തിരക്ക് എന്ന് പറയാനില്ല, എന്നാൽ കുറച്ചൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് കാണാനുള്ളത് ഗോളക തന്നെയാണ്. താഴത്തേക്ക് ചുവന്ന പട്ടുടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ മുകളിലിങ്ങനെ ചുവന്ന പൂക്കളെ കൊണ്ട് അർച്ചന ചെയ്തതുണ്ട്, മാലയുണ്ട്, താമരയുണ്ട്. ശിവേലി വിഗ്രഹത്തിൻ്റെ മുകളിലും അതേപോലെ ചുവന്ന മാല കാണാണ്ട് തെച്ചിപ്പൂവിൻ്റെ. അപ്പോൾ നമുക്ക് അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ച് അപ്പോൾ നമുക്ക് മമ്മിയൂർ പോയ ദർശനം കിട്ടിയ പോലെയാവും. പിന്നെ വീണ്ടും നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുത് നമസ്കരിക്കാം. പിന്നെ കൂത്തമ്പലത്തിൻ്റെ അവിടെയും വന്ന് നമസ്കരിക്കാം, കിടാവിളക്ക് കാണാം. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. അവിടെ ഇന്ന് എന്താ വെച്ചാൽ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, മുഖത്തൊക്കെ ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്, മേലെ ആസകലം ചാർത്തിയിട്ടുണ്ട്, പിന്നെ പാവ കൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, പിന്നെ വലിയ മാലയുണ്ട് സ്വർണത്തിൻ്റെ. അപ്പോൾ അതാണ് കാണാനുള്ളത്. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെ കണ്ട് തൊഴുത് പ്രദക്ഷിണമായി വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള ആ വേണുഗോപാലിനെയും കണ്ട് തൊഴാം. കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നാരായണാലയത്തിൽ കയറിയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹത്തെ ഒന്ന് കണ്ട് തൊഴുത് ഭഗവതി നടയുടെ അവിടെ ഒന്ന് വീണ്ടും തൊഴാം. പിന്നെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ കിഴക്കേ നടയിൽ വന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കി തൊഴുത് തെക്ക് ഭാഗത്തേക്ക് വന്നാൽ തെക്ക് ഭാഗത്തുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കുക. ആ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മഹാദേവനെയും പാർവതീദേവിനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.